എന്താണ് ഈ പന്നെടുക്കാന്ന് പറഞ്ഞാല് കൂടെയുള്ളോ? ഈ ആൽബത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഞാൻ ചെയ്തല്ലോ ഇഷ്ടപ്പെട്ടെന്നല്ല, എന്നെ ഞാനാക്കി മാറ്റിയൊരു പാട്ടുണ്ട്. ഇനി നിന്നെനിക്കു വേണ്ട, നീ തന്ന സ്നേഹം വേണ്ട, അങ്ങനെ ഒരു പാട്ടാണ്. തേപ്പ് കിട്ടിയതിന് ശേഷം വേറെ എന്തെങ്കിലും റിലേഷനിലേക്ക് പോയി അല്ലെങ്കിൽ കല്യാണമായിട്ട് അങ്ങനെ കല്യാണം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, കല്യാണമൊന്നുമില്ല. പിന്നെന്താന്ന് വെച്ചാ വാപ്പ ഇല്ല എന്റെ കൂടെ. ഇപ്പൊ കൂടെ മീൻസ് ഞാൻ വാപ്പനെ കണ്ടിട്ടില്ല. ആൽബത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് ഇർഫാന്? ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുമല്ലോ. അപ്പൊ ഗേൾസിന്റെ മെസ്സേജിനാണോ ബോയ്സിന്റെ മെസ്സേജിനാണോ ഏറ്റവും കൂടുതൽ മുൻഗണന ഇപ്പം കൊടുക്കാറ്? ഹായ്, നമസ്കാരം. അർഷുവൻ. എസ് മീഡിയ ടോപ്പ് നാട്ടിലെ താരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് കാസർഗോഡ് നിന്ന് ഇർഫാൻ പന്നടുക്ക. യൂട്യൂബിൽ 30ഓളം ആൽബങ്ങളിൽ പാടി അഭിനയിച്ച ഇർഫാൻ പന്നടുക്കയാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇർഫാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലേ? പിന്നെ ഇർഫാനിലെ പേര് ഞാൻ കേട്ടു, അതില് വേറൊരു ക്യൂരിയോസിറ്റി വന്നൊരു പേരാണ്. എന്താണ് ഈ പന്നെടുക്കാന്ന് പറഞ്ഞാല്? കൂടെയുള്ളോ? ഇർഫാൻ പന്നെടുക്കാന്ന് പറയുന്നത് അതെന്താ സംഭവം? ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളത് തന്നെയാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ളത് തറവാടാണ്. തറവാട് പന്നെടുക്ക തറവാടെന്ന് അറിയപ്പെടുന്നത്. പിന്നെ അതൊരു ചെറിയ ഒരു ഗ്രാമമാണ്. കാസർഗോഡ് എന്ന് പറയുന്ന നാട്ടില് ബോവിക്കാനും കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് പന്നെടുക്ക എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ചെറിയൊരു ഏരിയ, വലുതായിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. കുറച്ച് ഒരു 10-15ഓളം വീടുകൾ മാത്രം അടങ്ങിയ ഒരു സ്ഥലമാണ്. പിന്നെ അപ്പൊ അത് തറവാട് പേരുമായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിന്റെ പേരായിട്ടുള്ളത് തന്നെയാണ്. അതാണ് ഇർഫാൻ പന്നെടുക്ക. പിന്നെ കാസർഗോഡ് എന്നുള്ളത് അറിയാം, ഒഫീഷ്യൽ എല്ലാരും കൂടെ ചേർക്കുന്നത്. അതുകൊണ്ട് മാറ്റി പിടിച്ചിട്ട് കൂടെ ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ഈ പന്നെടുക്കാന്നുള്ള പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും കളിയാക്കി അങ്ങനത്തെ എന്തെങ്കിലും രൂപങ്ങള്? കളിയാക്കല്ലോ, ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഏതെങ്കിലും ഒരു സ്ഥലത്തിന് സംസാരിക്കുമ്പോഴോ ആ പേര് ചില ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ കിട്ടൂല. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് പോയ സ്ഥലത്താണെങ്കിലും അനൗൺസ് ചെയ്യൂലേ, അത് പേര് വിളിക്കുമ്പോ തന്നെ ഇർഫാൻ ചോദിച്ചിട്ട് തിരിഞ്ഞു നോക്കിട്ട് അങ്ങനത്തെ തുടങ്ങി വെക്കും. എന്നിട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്താ പേര്, എന്തോ ആ ഒരു ടോക്ക്. പിന്നെ അതേപോലെ നമ്മുടെ വലിയൊരു കോമഡി ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, ഇതുണ്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതിലിപ്പോ ഒരുപാട് ഗ്രൂപ്പ്സ് വരുന്നില്ലേ, അതില് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഒരു വലിയ ഗ്രൂപ്പാണ്, ഏകദേശം ഒരു 50K ലൈവില് ആൾക്കാരെ കാണുന്ന ഒരു ഗ്രൂപ്പാണ്, ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ. അപ്പൊ അതില് എന്നോട് മുമ്പേ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു എന്തായാലും വരണം, 7 മണി to 8 മണി വരെയാണ് അതില് പ്രോഗ്രാം ഉണ്ടാവുക. അങ്ങനെ ഞാൻ ചെന്നു, ലൈവായിട്ടാണ് ചെന്നിട്ട് ഏകദേശം ഒരുപാട് ആൾക്കാർ അത് കാണുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൊക്കി അടിച്ച് പറഞ്ഞു ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആൽബത്തിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇർഫാൻ പന്നിക്കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു, പൊന്നു മോളെ അത് കട്ട് ചെയ്ത് എന്നിട്ട് ഫസ്റ്റ് നീ ഒന്നും പറയണ്ട, അതായത് ഇൻട്രോയിൽ ഒന്നും പറയണ്ട, ഇർഫാനും മാത്രം ബാക്കി ഞാൻ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായത് പേരിൽ വെച്ചിട്ട്. അപ്പൊ ഇർഫാൻ, ആൽബത്തില് യൂട്യൂബിലെ ആൽബത്തില് 30ഓളം ആൽബത്തില് പാടി അഭിനയിച്ചിട്ടുണ്ട്. അതായത് പാടിയത് 30ഓളം അല്ല, ഞാൻ അഭിനയിച്ചത് ഏകദേശം 30ഓളം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിമും ആൽബംസ് ഒക്കെ ആയിട്ട് പാടിയത് ഏകദേശം ഒരു 8-9ഓളം ആൽബത്തിൽ ഞാൻ തന്നെ പാടിയത്. 9 പാട്ടില് പാടി, 9 ആൽബത്തില്. അല്ലാതെ സോങ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ആൽബത്തിലാണ്. അപ്പൊ ഈ ആൽബത്തിൽ, അതായത് ഇപ്പൊ ഇത്രയും 9 പാട്ടോളം പാടി എന്ന് പറഞ്ഞല്ലോ, ഈ ആൽബത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഞാൻ ചെയ്തല്ലോ ഇഷ്ടപ്പെട്ടെന്നല്ല, എന്നെ ഞാനാക്കി മാറ്റിയൊരു പാട്ടുണ്ട്. അതായത് ഈ ഫീൽഡിൽ വന്നത് ഞാൻ ഏകദേശം ഒരു 8-9 വർഷത്തോളം ഇതിൽ നിൽക്കണ, ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കണം. പിന്നെ അതില് എന്താ പറയാ, പ്രണയം പൊട്ടിയ ബാബുക്ക് വേണ്ടിയിട്ടാണ്. അതായത് അതങ്ങനെ തേച്ചിട്ട് പോയപ്പോ ആ കുട്ടിയുടെ മനസ്സിൽ കണ്ടിട്ട് എന്താ പറയുക, എനിക്കറിയില്ല ആധികാരികമായിട്ട് ഈ ഫീൽഡിനെ കുറിച്ചിട്ടോ ഏതുണ്ട് എങ്ങനെയോ ഒന്നും അറിയില്ല. അപ്പൊ എന്താ പറയാ, ഒരു 2 ലൈന് ഞാൻ വെറുതെ എഴുതി വെച്ചു അവളെ മനസ്സിൽ കണ്ടിട്ട്. അപ്പൊ അതിനുശേഷം എനിക്ക് അതിന്റെ അപ്പുറത്തോട്ട് പോകാൻ എനിക്ക് അറിയില്ല. ഞാൻ വേറൊരു ഫ്രണ്ട് മുഖേന ഒരു ഹെൽപ്പ് ചോദിച്ചു, സെയ്താലി എന്ന് പറയുന്ന ഫ്രണ്ടാണ്. അപ്പൊ അവനതിന്റെ പാട്ട് ഫുള്ളാക്കി തന്നു, മൊത്തമായിട്ട് ചെയ്തിട്ട് അവന്റെ തന്നെ ഓർക്കസ്ട്ര ഇതില് ഞാൻ ആ പാട്ട് പാടി. പക്ഷെ അത് ഞാൻ ആക്ട് ചെയ്തിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് വേറൊരു ടീമിന് ഞാൻ ആ പാട്ട് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞത് ആ സമയത്തൊക്കെ എനിക്ക്
ആൽബത്തിൽ ഒരു ഫോട്ടോ വരിക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യമാണ്. ആദ്യമായിട്ട് തീർച്ചയായിട്ടും ഒന്നുമില്ലാത്തൊരു നമ്മളൊരു ഇതിലെത്തുക ഭയങ്കര നമുക്ക് എന്താ പറയാ, ഏകദേശം ടിക്ടോക്കിൽ ഭയങ്കര വൈറലായിരുന്നു. കേട്ടിട്ടുണ്ടാവും, ഇനി നിന്നെനിക്കു വേണ്ട, നീ തന്ന സ്നേഹം വേണ്ട, അങ്ങനെ ഒരു പാട്ടാണ്. അപ്പൊ അതിനൊരുപാട് പേര് റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ടിക്ടോക്കുള്ള സമയത്ത്. ടിക്ടോക്കില് അന്നത്തെ ആ ടൈമിൽ കത്തി നിൽക്കണ പാട്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ആ പാട്ട് കേട്ടിട്ട് ഒരു മീഡിയക്കാരെന്നെ കോണ്ടാക്ട് ചെയ്തു. ഇർഫാൻ, ഈ പാട്ട് ഞങ്ങൾ ചെയ്യാം, നിന്റെ ഫോട്ടോ കൊടുക്കാം ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോത്തിന് ഒരു ഇതില്ലേ, അങ്ങനെ ഞങ്ങളൊക്കെ ചെയ്തോ സമ്മതിച്ചു. അങ്ങനെ അവിടെ ആ വർക്ക് ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തവര്. ആ പാട്ടാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അപ്പൊ ആ പാട്ടാണ് ഈ ഫീൽഡിൽ വരാൻ കാരണം. പിന്നെ ഇഷ്ടപ്പെട്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എഴുതി പാടിയത്, മൊത്തമായിട്ട് ഞാൻ തന്നെ എഴുതിയിട്ട്, അതും ഈ പ്രണയം ബേസ് ആയിട്ട് അവളെ കുറിച്ചിട്ട് തന്നെ. ഏകദേശം ഈ ഫീൽഡിൽ എല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ എന്താ പറയാ, തേപ്പ് കിട്ടിയതിന് ശേഷം സെക്കൻഡ് പാട്ട് അത് ഏകദേശം 2.8 മില്യൺ അങ്ങനെ എന്തോ വ്യൂസ് പോയിട്ടുണ്ട്. SR മീഡിയ റിലീസായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മരിച്ചെന്ന് കേട്ടാൽ എന്നുള്ളതാണ് അതിന്റെ ടൈറ്റിൽ നെയിം. നമ്മളെ തൻസീർക്കയുടെ വൈഫ് അതിൽ അഭിനയിച്ച ആജു ആജ്ര, കല്യാണത്തിന് മുമ്പ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ എങ്ങനെയാണ് ആൽബത്തിലേക്ക് എത്തുന്നത്? അപ്പൊ ഇർഫാന്റെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമാണ്. പിന്നെ ഒരു താത്ത ഉണ്ട്. താത്ത കല്യാണം കഴിഞ്ഞിട്ട് അളിയന്റെ വീട്ടിൽ സെറ്റിൽ ഇട്ടാ 3 കുട്ടികളായിട്ട് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകാം. വീട്ടിൽ ഇപ്പൊ ഞാനും എന്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടുകാരെ സപ്പോർട്ട് എങ്ങനെയാണ്? അതുപോലെ പെങ്ങളായാലും ഉമ്മയായാലും എങ്ങനെയാണ് വീട്ടുകാരെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ കുറച്ച് പ്രായമുള്ളതാണ്. ഉമ്മക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. ഞാനിപ്പോ ഇത്ര ആൽബം ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു വർക്ക് റിലീസ് ആകുമ്പോൾ കാണാനും അതൊക്കെ ചെറിയ ഫോണുണ്ട്. അപ്പൊ അങ്ങനെ നോക്കാറൊന്നുമില്ല. പിന്നെ പെങ്ങളെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ആദ്യമൊന്നും എന്താ പറയാ, അറിയാലോ ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോ കുറെ കേൾക്കുമല്ലോ നാട്ടുകാരുടെ വായിന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോ എന്താ പറയാ, പുറത്ത് പോകുമ്പോ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ അവളോട് ചോദിക്കാൻ തുടങ്ങി കല്യാണത്തിൽ ഫാമിലി ബേസ് ആയിട്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി തുടങ്ങി എന്താണ് ഈ ഫീൽഡ്, എങ്ങനെയാ പിടിച്ച് നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, അതിലൊരു സപ്പോർട്ടാണ് എല്ലാവരും. പിന്നെ തിരക്കില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഈ തേപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ തേപ്പ് കിട്ടിയതിന് ശേഷം വേറെ എന്തെങ്കിലും റിലേഷനിലേക്ക് പോയി, അല്ലെങ്കിൽ കല്യാണമായിട്ട് അങ്ങനെ കല്യാണം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണമല്ല, റിലേഷൻ എന്ന് പറഞ്ഞാ ഉണ്ട്. അതൊരു 50-50 ആയിട്ട് നിൽക്കുക, അടുത്തിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ഇതില് നിൽക്കുകയാണല്ലേ, എന്തായാലും ഉഷാറാണ്. അപ്പൊ വീട്ടില് ഉമ്മ, പെങ്ങള്, അതുപോലെ ഒരു തേപ്പ് കിട്ടി, ഇപ്പോ ചെറിയ വേറെ ഒരു റിലേഷൻ തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതിലൊന്നും ഉപ്പാനെ കുറിച്ച് പറയണ്ട. അപ്പൊ എന്താണ് ഉപ്പാന്റെ ഇത്? ഉപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഉസ്താദാണ്, പള്ളിയിൽ ഖത്തീബാണ്. അതായത് ഞാനുമായിട്ടൊരു മേഖലയിൽ ബന്ധമില്ലാത്തൊരു ഇതാണ് ഉപ്പ. പിന്നെന്താന്ന് വെച്ചാൽ വാപ്പ ഇല്ല എന്റെ കൂടെ. ഇപ്പൊ കൂടെ മീൻസ് ഞാൻ വാപ്പാനെ കണ്ടിട്ടില്ല. ഏകദേശം ഞാൻ 6-ാം മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഉമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ വിട്ടിട്ട് പോയതാണ്, കണ്ടിട്ടില്ല. പിന്നെ എന്താ പറയാ, അപ്പൊ അതിനെ കുറിച്ചിട്ടും ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ഈ കാണുന്നത് മാത്രല്ല, ഒരുപാട് ഉള്ളില് എന്തൊക്കെ ഒതുക്കി വെച്ചിട്ട് ജീവിതം തന്നെ. അപ്പൊ നമ്മള് പുറമെ ഈ സോഷ്യൽ മീഡിയ ആയാലും എന്തായാലും അതില് കാണുന്നവര് നമ്മള് പുറത്തുള്ള ആളുകൾ കരുതും അവര് ഭയങ്കര ഹാപ്പിയാണ്, അവര് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താ പറയാ, ഇപ്പൊ അറിയാലോ നിനക്ക്, സ്കൂൾ ജീവിതത്തിലാണെങ്കിലും പിന്നെ ഒരു വാപ്പ ഇല്ലാതെ ജീവിക്കുമ്പോഴുള്ള അവസ്ഥ എനിക്കറിയാം. സ്കൂളിലേക്ക് ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്താണെങ്കിലും ഭയങ്കര കുത്തുവാക്കുകൾ ഒരുപാട് കേട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ സപ്പോർട്ട് ഉണ്ടായത് ഉമ്മ ഒരുപാട് നോക്കിയിട്ട്. ഉമ്മ അതിന്റെ കുറവൊന്നും എനിക്ക് കാണിച്ചിട്ടൊന്നുമില്ല. മീൻസ് എന്താ പറയാ, ഇങ്ങനെ ജോലി ചെയ്തെന്നല്ല, കുടുംബക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉമ്മയുടെ ബ്രദേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരും നമ്മളെ പോലെ തന്നെ വലിയ ഹൈ ലെവൽ ടീമൊന്നും അല്ല, അന്നത്തെ ജീവിതം കഴിച്ചു പോകുന്ന ടീം അവർ. എന്നാലും അവരുടെ എല്ലാ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഉമ്മ ഒരു കുറവ് എനിക്ക് അറിയിച്ചിട്ടില്ല വാപ്പ ഇല്ലാത്തതിന്റെ. ഉപ്പാനെ നേരിട്ട് കാണാൻ വരെ ശ്രമിച്ചിട്ടില്ല? അപ്പൊ അല്ല, ഉപ്പാനെ ഞാൻ കണ്ടിട്ടുള്ള എപ്പോഴാന്ന് വെച്ചാല്, എനിക്ക് എന്നെ അന്ന് എടുത്ത് നടക്കണ ഒരു സമയം കോടതിയിൽ വെച്ചിട്ട് ആദ്യം കണ്ടു. പക്ഷെ അതെനിക്ക് ഓർമ്മയൊന്നുമില്ല, ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ടു ഇപ്പൊ ഈ അടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 1-2 മാസമായി കാണും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ വേറെ മാരീഡ് ആണ്, അതിലുള്ള മക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അതില് എന്റെ പാട്ടുകൾ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. 1-2 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നല്ലപോലെ സംസാരിച്ചു. പിന്നെ മറ്റേ മക്കളും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഇപ്പൊ നല്ല രീതിയിൽ ടോക്ക് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പോവാം.
ഇതാണ് ഉപ്പയുടെ പറ്റി ഞാൻ നേരത്തെ എടുത്ത് പറയാതിരുന്നത്. എന്തായാലും ആദ്യമായിട്ടെല്ലാം പോട്ടെ, എന്തായാലും ഉമ്മാനൊക്കെ നോക്കുക. ഉമ്മനെയാണ് ലൈഫിൽ എല്ലായിട്ടും ഒരു എന്താ പറയാ ടാഗ് ലൈൻ എന്ന് പറയുമ്പോൾ മാത്രം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതായത് കൂടുതൽ ലക്ഷ്യമൊന്നുമില്ല എനിക്ക്, നല്ലപോലെ ഉമ്മാനെ നോക്കുക, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ ജീവിതം, അത് മാത്രമേ ഉള്ളൂ ലൈഫ്. എന്തായാലും ഇപ്പാന്റെ ആഗ്രഹം കുറച്ച് നിറവേറ്റി തരാം. താങ്ക് യു. ഇൻഷാ അല്ലാഹ്. പിന്നെ ആൽബത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് ഇർഫാന്? ഗായകന് ഞാൻ ഈ തേപ്പ് കിട്ടിയിട്ടല്ലേ ഇതിൽ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു സമയത്ത് കൂടുതൽ കേൾക്കുന്ന പാട്ട് നമ്മുടെ സെലീം കൊടത്തൂരിന്റെ പാട്ട്. അറിയാലോ മൂപ്പര് പാടിച്ച് കരയിപ്പിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അവരുടെ പാട്ട് തന്നെയായിരുന്നു ആദ്യം കേൾക്കുന്നുണ്ടായത്. പിന്നെ ഇപ്പൊ എല്ലാവരും ഇഷ്ടമാണ്. അതായത് നമ്മുടെ തൻസീർക്കായാലും പിന്നെ അഫ്സൽക്കായാലും ഷെരീഫ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൂർ ഷെരീഫ് ഖാന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ആളോ മാത്രം അത്ര കണ്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഷെരീഫ് ഖാനെ മൂപ്പരുടെ പാട്ടിന് വേറെ തന്നെ ഒരു മധുരല്ലേ. അതായത് ഏത് പാട്ടെടുത്ത് പാടുമ്പോൾ മൂപ്പരുടെ ആയിട്ടുള്ള രീതിയിൽ അത് മാറ്റി പിടിക്കുക, ഓരോ ഹൈ പാടുക, നമ്മളെ കൊണ്ടൊന്നും എന്താ പറയാ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ടോപ്പിലെ മൂപ്പര് പാടുക. അപ്പൊ ഒരു എന്താ പറയാ ഭയങ്കര ഇതായിട്ട് ഞാൻ നോക്കി കാണുന്നു മൂപ്പരുടെ ഓരോ പാട്ടുകൾ. ഫേസ്ബുക്കിൽ നോക്കുമ്പോഴും എന്താ പറയുക കൊതിയോടെ നോക്കി കാണുന്ന മൂപ്പരുടെ പാട്ടുകളൊക്കെ. അതാണ് ആളെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടുണ്ട്? ഒരു രണ്ടുപേര് പാടാൻ പറ്റിയ പാട്ട് ഒരുപാടുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവുമല്ലോ. കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി, തരുണീയൻ പാപങ്ങൾ കഴുകാനായി തെളിനീര്. അത് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രോഗ്രാമിലൊക്കെ ഫസ്റ്റ് അത് തന്നെയാണ് പാടാറ്. ഇർഫാൻ, അപ്പോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുമല്ലോ. അപ്പൊ ഗേൾസിന്റെ മെസ്സേജിനാണോ ബോയ്സിന്റെ മെസ്സേജിനാണോ ഏറ്റവും കൂടുതൽ മുൻഗണന ഇപ്പം കൊടുക്കാറ്? അങ്ങനെയൊന്നുമില്ല ബ്രോ. അതായത് മെസ്സേജ് ഒക്കെ ഞാൻ നോക്കാറുണ്ട്, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും. സത്യം പറഞ്ഞാൽ പേര് പിന്നെ ഞാൻ ശ്രദ്ധിക്കാറ്. ഇപ്പൊ ബ്രോക്ക് അറിയാം ഇൻസ്റ്റാഗ്രാമിൽ പല മെസ്സേജും വരുന്നത് ഗേൾസിന്റെ അക്കൗണ്ട് ആയിരിക്കും, പക്ഷെ അതിൽ പേരെന്തായിരിക്കും അബ്ദുല്ല, മുഹമ്മദ് അങ്ങനെയൊക്കെ. അപ്പൊ ബോയ് ആണ് നമുക്ക് അറിയില്ലല്ലോ. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. പിന്നെ പറയുന്ന ടോക്ക് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ മൊത്തം ഗേൾസ് തന്നെയാണ് ഫോളോവേഴ്സ് ഉള്ളത്. ഏകദേശം 26K ഉണ്ടെങ്കിലും അതിൽ 25K ഗേൾസ് തന്നെ ആയിരിക്കും. അപ്പം ആൾക്കാർ നോക്കി കാണുമ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയാ ഗേൾസ് ആയിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുണ്ട്. അതിപ്പോ എനിക്ക് എന്റെ അക്കൗണ്ടിൽ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. ഗേൾസ് നോട്ട് അലൗഡ് എന്ന് എഴുതി വെക്കാൻ പറയില്ലല്ലോ. ബോയ്സ് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, പറ്റില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്നെ അടുത്തറിയുന്നവർക്ക് അത് അറിയാൻ പറ്റും. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എല്ലാവർക്കും ഒരേപോലെ. ഇപ്പം പാടുന്ന പാട്ടുകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? തീർച്ചയായിട്ടും അവരെന്നല്ലേ ഈ ഫീൽഡിൽ പിടിച്ചു നിർത്തുന്നത്. ഗേൾസ് അവരൊക്കെ തന്നെ സപ്പോർട്ടുണ്ട്, എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. അതിലിപ്പോ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ചാല് ബോയ്സിന് അറിയാലോ ഒരു വിരഹം സോങ് ആകുമ്പോ അവർക്ക് ആ ഒരു ടച്ച് ഉണ്ടാവും. അപ്പൊ ഗേൾസിനാണ് കൂടുതലും ഈ ഒരു വിരഹം സോങ്. പിന്നെ അതുപോലെ ഞാൻ പാടുന്ന ഏകദേശം എല്ലാ ടൈപ്പ് ആ ഒരു ഒന്നെങ്കിൽ പ്രണയത്തിനെ കൂടുതലായി തീവ്രമായിട്ട് പറയുന്ന പാട്ട്, ഇല്ലെങ്കിൽ പ്രണയം നഷ്ടപ്പെടുന്ന പാട്ട്, പ്രവാസി സോങ്സ്, ഇതൊക്കെ ആവുമ്പോ ഗേൾസിനെ കൂടുതൽ അറ്റാച്ച്മെന്റ് വരും. വളരെ നല്ല സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ട് കൂടുതൽ ഓരോ വർക്ക് ചെയ്യാനുള്ള പ്രചോദനം വരുന്നു. അവര് ഒന്ന് കഴിഞ്ഞിട്ട് നിർത്താന്നുള്ളൊരു ഫീല് വരും. അപ്പൊ അടുത്തത് എപ്പോഴാണ് ചോദ്യം ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നെ കെട്ടിക്കൊണ്ടുവരാ ചെയ്യും. പിന്നെ ഇപ്പോ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇതേപോലെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ബാഡ് കമന്റ് വരുമല്ലോ, ഒരുപാട് ബാഡ് കമന്റ് വരും. ഇപ്പൊ വീട്ടുകാരെ പറഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് ഇഷ്ടം പോലെ ബാഡ് കമന്റ്. അതിനൊക്കെ എങ്ങനെ ഇർഫാൻ റിയാക്ട് ചെയ്യല്? ഇല്ല, വീട്ടുകാരെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വരാൻ കുറവാണ്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് സംഭവം അറിയായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് എന്റെ ലൈഫിനെ കുറിച്ച് അറിയുന്നുണ്ട്. പിന്നെ ബാഡ് കമന്റ് വരും, നിർത്തിപ്പോടാ, ഡാഷ് പി, ഇഷ്ടംപോലെ വരുന്നത്. അപ്പൊ അതിനൊക്കെ എങ്ങനെ ഞാൻ പ്രതികരിക്കാന്ന് വെച്ചാൽ അത് പ്രതികരിച്ചാൽ നമുക്ക് അതിനായിരിക്കും ടൈം ഉണ്ടാവുക. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് അത് അവരുടെ ഒരു ശീലം എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാതിരിക്കും. പിന്നെ കൂടുതൽ ബാഡ് കമന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് മാത്രം ഞാൻ ബ്ലോക്ക് അടിച്ചിട്ട് വിടുക ചെയ്യാം. ആ കമന്റ് അവിടുന്ന് ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് അക്കൗണ്ട് ബ്ലോക്ക് അടിച്ചു വിടും. അല്ലാതെ ഞാൻ പ്രതികരിക്കാൻ നിൽക്കാം. എന്നാ പിന്നെ അതിനായിരിക്കും ടൈം, ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് ചില ആൾക്കാർ പ്രൊഡ്യൂസർമാരും പിന്നെ വേറെ ടീംസ് ഒക്കെ ആകുമ്പോൾ അറിയാലോ ചില സംഭവങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ അതാണ് ഈ ഫീൽഡിനെ കുറിച്ച് ബാഡ് പറയിപ്പിക്കുന്നത്. പിന്നെ സ്റ്റോറിയും അത്യാവശ്യം ഞാൻ തന്നെ അത് എഴുതിയതൊക്കെ. അതിൽ ട്രോള് കിട്ടി, നല്ല ട്രോള് കിട്ടി. വർക്ക് റിലീസായിട്ട് 1 വീക്ക് ആകുമ്പോൾ വർക്ക് ഏകദേശം 50K പോയിട്ടുള്ളൂ. അതിന്റെ കൂടെ തന്നെ ട്രോൾ ഇറങ്ങി, ഏകദേശം 1 മില്യണോളം ട്രോള് പോയി. വർക്കിനെക്കാളും ട്രോള് പോയി. എല്ലാവരും ട്രോൾ ചെയ്തിട്ടുണ്ട്. മുഖത്തടിച്ച പോലെ കളിയാക്കിയിട്ടുണ്ട്, ചത്തൂടെ പോയിട്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇൻസൾട്ട് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചത് നിർത്തിയതാണ് ഞാൻ. ഇന്നു നീ മറ്റൊരുവന്റെ
മണവാട്ടിയ പെണ്ണെ നിൻ ഹൃദയം ഇന്നവന്റെ അവകാശമാ. പഠന സമയത്ത് തന്നെ ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സപ്ലൈ ഉണ്ടാവില്ലേ, ബഫ സപ്ലൈ, അതിന് പോയിട്ടുണ്ട്. അതിന് ഒരുപാട് കാലം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പെയിന്റിങ് വർക്കിന് പോയിട്ടുണ്ട്, വീടിന്റെ പെയിന്റ് അടിക്കാൻ. ഒറ്റടി എന്റെ മുഖത്തേക്ക് അവിടെ നിന്ന് എണീറ്റിട്ട് പബ്ലിക്കായിട്ട് അടിച്ചു, മുഖത്തൊക്കെ അടിച്ചു. അപ്പൊ അന്ന് മൊത്തം എന്റെ മേത്തൊക്കെ ആ ചൂട് കറിയും എന്താ പറയാ ചിക്കന്റെ കറിയാണ് മൊത്തമായി. അന്നത്തോടെ കൂടി ആ ഫീൽഡിന് വെറുത്തുപോയി.